തിരുവനന്തപുരം ആയുർവേദ കോളേജിന് മുന്നിലുള്ള HDFC ബാങ്കിൽ വലിയ ഒരു പരിശോധന നടന്നിരിക്കുകയാണ്. അതായത് ED ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. പ്രധാനമായും പരിശോധിക്കാനുള്ള ഒരു കാരണം മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവും ED ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വീണ തൈക്കണ്ടിയുടെ ബാങ്ക് ലോക്കർ ഉള്ളത് HDFCയുടെ തിരുവനന്തപുരം ആയുർവേദ കോളേജിന് സമീപത്തെ ബാങ്കിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ലോക്കറിൽ പരിശോധന നടത്തുന്നത് അല്ലെങ്കിൽ പരിശോധന നടത്തിയത്. EDയെ സംബന്ധിച്ചിടത്തോളം നിർണായക വിവരങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി സ്വർണം ഉൾപ്പെടെയുള്ള വസ്തുക്കൾ ഈ ലോക്കറിലാണ് പരിശോധിച്ചതെന്ന് കഴിഞ്ഞ ദിവസം കൊച്ചി ED ആസ്ഥാനത്ത് നടന്ന ചോദ്യം ചെയ്യലിൽ വീണ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സമ്മതിച്ചിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അതിന്റെ പശ്ചാത്തലത്തിലാണ് പരിശോധന നടന്നിരിക്കുന്നത്. EDയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞതുപോലെ ED പതുക്കെയാണ് പണി മുന്നോട്ട് കൊണ്ടുപോവുക. ആദ്യം ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് തന്നെ പരിശോധനയ്ക്കായി എത്തിയത്. വീണ തൈക്കണ്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് നിരവധി ബാങ്ക് അക്കൗണ്ടുകളുണ്ട് എന്നൊക്കെ ആരോപണം വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഉന്നയിച്ചിരുന്നു. എന്നാൽ EDയുടെ ചോദ്യം ചെയ്തതിൽ ഇന്നതാണ് എൻ്റെ ബാങ്ക് അക്കൗണ്ട്, ഇന്ന സ്ഥലത്താണ് ഇതുള്ളത്, എൻ്റെ ലോക്കറിൽ ഇത്ര സ്വർണ്ണമുണ്ട്, ഇത്ര പണമുണ്ടെന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ED പരിശോധന നടത്തുന്നത്. ഈ ED പരിശോധനയിൽ സ്വർണം കണ്ടെത്തുമോ ഇല്ലയോ എന്ന കാര്യം ED ഒരുപക്ഷെ റിലീസായി അറിയിക്കുന്നതായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് ED സോഴ്സിൽ നിന്ന് ലഭ്യമാകുകയും ചെയ്യും. പക്ഷേ ഇത് ഈ ബാങ്ക് ലോക്കർ ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമ്പോൾ പിണറായി വിജയന്റെ മകളെ അല്ലെങ്കിൽ മുൻ മുഖ്യമന്ത്രിയുടെ നിലവിലെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകളെ അത്ര പെട്ടെന്ന് ക്ലീൻ ചിറ്റ് നൽകാൻ ED ഉദ്ദേശിക്കുന്നില്ല എന്നതല്ലേ വ്യക്തമാകുന്നത്? തീർച്ചയായും അത്ര എളുപ്പത്തിൽ ഈ വിഷയത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ കേസിൽ നിന്ന് വീണ വിജയന് ഊരി വരാൻ കഴിയുമെന്നൊരു സാഹചര്യം നിലവിലില്ല. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രതിപക്ഷം പറയുന്നത് പോലെ EDക്കെതിരെ അന്നുണ്ടായ സംഘർഷത്തിന്റെ പേരിലാണ് വീണ വിജയനെ വേട്ടയാടാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് വളരെ മന്ദഗതിയിലാണ് EDയുടെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് ഘട്ടം ഘട്ടമായിട്ടായിരിക്കും, വളരെ ധൃതി പിടിച്ച ഒരു അറസ്റ്റിലേക്കൊന്നും പോകില്ല. നമുക്ക് ആദ്യം തന്നെ അറിയാം, ED ആയതുകൊണ്ട് അല്ലെങ്കിൽ SIT പോലെയോ അല്ലെ കേരള പോലീസ് പോലെയോ അല്ലെ, ED ആയതുകൊണ്ട് അവർ വിവരങ്ങൾ ശേഖരിക്കും. ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും തെളിവെടുപ്പുകളിലേക്ക് അല്ലെങ്കിൽ മൊഴിയെടുപ്പിലേക്കൊക്കെ പോകും. ആദ്യം റെയ്ഡ് നടത്തി വീണ വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തുന്നു. തൊട്ടു പിന്നാലെയാണ് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുന്നു, മൊബൈൽ ഫോൺ ശേഖരിക്കുന്നു. പിന്നീട് 9 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് എന്തായിരുന്നു 9 മണിക്കൂർ ചോദ്യം ചെയ്തതിൽ നിന്ന് EDക്ക് ലഭിച്ച വിവരം? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ബാങ്ക് ലോക്കർ പരിശോധിക്കുന്നത്. 9 മണിക്കൂർ ചോദ്യം ചെയ്തതിൽ നിന്ന് ബാങ്ക് ലോക്കറുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നിർണായകമായ തെളിവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഇപ്പൊ ബാങ്ക് ലോക്കർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 9 മണിക്കൂർ ഈ ഒരു കാര്യം മാത്രമായിരിക്കില്ല EDക്ക് ലഭിച്ച വിവരം. സാധാരണ എനിക്ക് തോന്നുന്നു SIT വെച്ച് നോക്കുമ്പോഴും കേരള പോലീസിനെ വെച്ച് നോക്കുമ്പോൾ ED വ്യത്യസ്തമാകുന്നത് EDയുടെ കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ഇപ്പൊ കേരള പോലീസാണ് കേസുമായി മുന്നോട്ട് പോയതെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയും 9 മണിക്കൂർ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര എന്തെങ്കിലുമൊക്കെ ഒരു 4-5 കാര്യങ്ങളെങ്കിലും പറയും, ഇത്തരം കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു എന്നുള്ളത്. പക്ഷെ ED വളരെ രഹസ്യ സ്വഭാവത്തിലാണ് പോകുന്നത്. ഓരോ ദിവസവും കേസുമായി മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം റെയ്ഡുകളും പരിശോധനകളും വരുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുന്നത് എന്താണുള്ളതെന്ന്. 9 മണിക്കൂർ ചോദ്യം ചെയ്തതിനു ശേഷം വീണ വിജയൻ വാ തുറന്ന ഒരു അക്ഷരം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. അപ്പൊ വീണ വിജയൻ പറയേണ്ട പല കാര്യങ്ങളും EDക്ക് മുന്നിൽ പറയേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ED ഇത് വളരെ പെട്ടെന്ന് വിടാനുള്ള സാധ്യതയില്ല. ഹൈക്കോടതിയെ പോലും, കോടതികളിലെല്ലാം വീണ വിജയൻ അപ്പീലുമായി പോകുമ്പോഴൊക്കെ വീണയ്ക്ക് തിരിച്ചടിയാണ് കിട്ടുന്നത്. നേരിയ ആശ്വാസം കിട്ടുമ്പോഴും ED കേസുമായി മുന്നോട്ട് പോകാനുള്ള രീതിയിൽ തന്നെയാണ് കോടതികളും നിലപാടെടുക്കുന്നത്. അത് വീണ വിജയന് തിരിച്ചടി തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വീണ വിജയന് വളരെ എളുപ്പത്തിൽ ഊരി വരാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല, യാതൊരു തർക്കവുമില്ല. ED വീണയെ കൊടുക്കുമ്പോൾ വീണ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എടുത്തു പറയേണ്ട കാര്യമാണ്. മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്, ബിനീഷ് കോടിയുടെ വിഷയത്തിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം ഭയന്നാൽ മതിയല്ലോ. അപ്പൊ വീണ വിജയൻ ഭയക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്തായാലും വെറുതെ അല്ല. എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ വീണ വിജയൻ തെറ്റുകാരി അല്ല എങ്കിൽ ഇത്രത്തോളം റെയ്ഡ് നടക്കുന്നു, അക്കൗണ്ട് ഫ്രീസ് ചെയ്യുന്നു, പിന്നീട് 9 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു, ഇപ്പതാ ബാങ്ക് ലോക്കർ പരിശോധിക്കുന്നു, അത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയില്ല. വീണ വിജയൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഈ കേസ് ഇത്രത്തോളം പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നില്ല. അപ്പൊ 9 മണിക്കൂർ ചോദ്യം ചെയ്തതിൽ നിന്ന് EDക്ക് വ്യക്തമായ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ED ഇനി മുന്നോട്ട് പോകുക. എന്തായാലും വീണ വിജയൻ അത്ര എളുപ്പത്തിൽ ഈ കേസിൽ നിന്ന് ഊരി വരാനാകില്ല. വീണ വിജയൻ കുടുങ്ങുകയാണ് എങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനും കുടുങ്ങാനുള്ള ഒരു സാധ്യതയില്ലേ? തീർച്ചയായും EDക്ക് കഴിഞ്ഞ ദിവസം ED ചോദ്യം ചെയ്തപ്പോൾ വീണ മൊഴികൾ എഴുതിയാണ് നൽകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം. EDക്ക് മൊഴി നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിന് സമീപത്തുള്ള HDFC ബാങ്കിൽ റെയ്ഡ് നടത്തിയത്. അതിനോടൊപ്പം തന്നെ ഈ മൊഴി ഇനിയും ഉദ്യോഗസ്ഥർ പരിശോധിക്കും. EDയുടെ ഒരു സാധ്യത അല്ലെങ്കിൽ EDയുടെ ഒരു അന്വേഷണ സംഘം അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കുക. ഈ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇരുന്ന് പരിശോധിച്ച് അതിൽ ലൂപ്പ് കണ്ടെത്തിയാണ് പിന്നീട് അവർ നടപടികളിലേക്ക് കടക്കുക. വീണ്ടും ചോദ്യം ചെയ്യാൻ
വിളിപ്പിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അടുത്ത ദിവസം തന്നെ വീണ വിജയന് നോട്ടീസ് നൽകും. ആ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൊച്ചി ED ആസ്ഥാനത്ത് ഹാജരാകേണ്ടി വരും. നേരത്തെ ഈ ED നോട്ടീസ് നൽകിയപ്പോൾ തനിക്ക് അസുഖമായതിനാൽ ഹാജരാകാൻ കഴിയില്ല എന്ന് ഒരു തവണ അറിയിച്ചു. അതിനുശേഷമാണ് പിന്നീട് നോട്ടീസ് നൽകി കഴിഞ്ഞ ബുധനാഴ്ച വിളിച്ചു വരുത്തിയത്. EDയെ സംബന്ധിച്ചിടത്തോളം അക്കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടാണ് അവർ മുന്നോട്ട് പോവുക. മറ്റൊരു ഏജൻസിയെ പോലെ CBI പോലെയൊന്നും ഒരു 10-12 മണിക്കൂർ ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന നടപടികളിലേക്ക് ED കടക്കില്ല. പരമാവധി തെളിവുകളെല്ലാം ശേഖരിക്കും. അതോടൊപ്പം തന്നെ EDയുടെ ഒരു ചോദ്യം ചെയ്യൽ രീതി 5-6 ഉദ്യോഗസ്ഥർ ഒരുമിച്ചിരുന്ന് ചോദ്യം ചെയ്യുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ ചോദിച്ച് അതിന്റെ ബാക്കി ചോദിക്കുക അടുത്ത ഉദ്യോഗസ്ഥനാണ്. അത്തരത്തിൽ കൃത്യമായി ഏതെങ്കിലും ഒരു കളവ് ചെയ്തു എന്ന് ഒരു തോന്നലുണ്ടാകുന്ന ഒരു വ്യക്തിയെ പരമാവധി ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ച് അവരിൽ നിന്ന് ഉത്തരങ്ങൾ വാങ്ങിയെടുക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നതാണ് EDയുടെ രീതി. അതിനുശേഷം ഇവരെ പോകാൻ അനുവദിക്കും. പോകാൻ അനുവദിച്ച ശേഷം ഈ മൊഴിയെല്ലാം കൃത്യമായി പരിശോധിക്കും. EDയുടെ അഭിഭാഷകൻ, EDയുടെ ഉന്നത ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇരുന്ന് ഈ മൊഴി പഠിച്ച് പിന്നീടാണ് തുടർ നടപടികൾ ഏത് രൂപത്തിൽ വേണമെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ആ തുടർ നടപടികളുടെ അടിസ്ഥാനത്തിൽ ആ തുടർ നടപടികൾ ഏത് രൂപത്തിൽ വേണമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ പരിശോധന നടത്തിയത്. എന്തായാലും ഇനിയും വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ഇവിടെ വീണ്ടും വീണയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേരളത്തിന്റെ സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വരുന്നത്, വീണ തൈക്കണ്ടി ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് സേവനം നൽകിയോ അവർ GST അടച്ചോ? ഇതൊന്നും കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം അവർ കൃത്യമായി GST അടച്ചിട്ടുണ്ട്, ടാക്സ് ചെയ്ത് അടച്ചിട്ടുണ്ട്, ഇതൊക്കെ അവർ കൃത്യമായി പറയുകയും ചെയ്യും. ഇതൊന്നും കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. വീണ തൈക്കണ്ടിയുടെ സ്ഥാനത്ത് നാളെ മറ്റൊരാളായാൽ പോലും ബാധിക്കുന്ന വിഷയമല്ല. പക്ഷേ വീണ തൈക്കണ്ടി എങ്ങനെ വ്യത്യസ്തയാകുന്നു എന്നൊരു ചോദ്യം ചോദിച്ചാൽ, ഈ പണം കൈപ്പറ്റിയ സമയത്ത് ഈ വീണയുടെ പിതാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. വീണയുടെ പിതാവ് മുഖ്യമന്ത്രി പദത്തിലിരുന്ന് വീണ പണം കൈപ്പറ്റിയ കമ്പനിക്ക് പിതാവിന്റെ സ്വാധീനം ഉപയോഗിച്ച് ഏതെങ്കിലും തരത്തിൽ വഴിവിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നതാണ് പ്രധാനമായും കേരളത്തിന് അറിയാനുള്ളത്. അല്ലാതെ വീണയ്ക്ക് ആരെങ്കിലും പണം നൽകിയിട്ടുണ്ടോ, വീണയുടെ അക്കൗണ്ടിലേക്ക് ഏതെങ്കിലും കമ്പനി പണം ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ? അവർ ഒരു IT കമ്പനി നടത്തുന്ന വ്യക്തിയാണ്. ഇതൊന്നും കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന വിഷയമല്ല. മറിച്ച് തന്റെ അച്ഛന്റെ മുഖ്യമന്ത്രി പദം ഉപയോഗിച്ചാണ് വീണ ഇത്തരത്തിൽ പണം വാങ്ങിയതെങ്കിൽ അത് കേരളീയ സമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. അതിന് മറുപടി പറയാൻ പിണറായി വിജയൻ ബാധ്യസ്ഥനാണ്, CPIM ബാധ്യസ്ഥനാണ്, വീണ വിജയൻ ബാധ്യസ്ഥനാണ്. കാരണം പിണറായി വിജയൻ മറുപടി പറയണം. തന്റെ മകൾ താൻ മുഖ്യമന്ത്രി പദത്തിലിരിക്കുമ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയത് എന്ത് സേവനം നൽകിയിട്ടാണെന്ന ചോദ്യത്തിന് മറുപടി പറയാനുള്ള ബാധ്യത പിണറായി വിജയനുണ്ട്. അദ്ദേഹം അത് കാണിക്കും. പക്ഷേ ഇനിയും ചോദ്യം ചെയ്യൽ നടക്കും. ആ ചോദ്യം ചെയ്യൽ നടന്ന് ED ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും. ED വീണയെ മാത്രമല്ല ചോദ്യം ചെയ്യുന്നത്, കരിമണലുമായി ബന്ധപ്പെട്ട CMRL കമ്പനിയുടെ ഉടമകളെ വിളിപ്പിക്കുന്നുണ്ട്, ഡയറക്ടർമാരെ വിളിപ്പിക്കുന്നുണ്ട്, മറ്റവർക്ക് സംശയമില്ല എല്ലാ ആളുകളെയും വിളിപ്പിക്കുന്നുണ്ട്. റെയ്ഡ് ചെയ്ത് നിരവധി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് ക്രോഡീകരിച്ച് അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും വീണയ്ക്ക് പ്രതികൂലമാകുന്ന ഒരു നടപടിയാണ് ഉണ്ടാകുന്നതെങ്കിൽ ആ നടപടിക്ക് തൊട്ടു പിന്നാലെ കേരളീയ സമൂഹത്തോട് മറുപടി പറയാനുള്ള ഒരു ബാധ്യത വീണയുടെ പിതാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പാർട്ടി CPIM ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.